വെളുപ്പിന് 3:30 നിങ്ങളെ കണ്ടാണ്. നിങ്ങൾ കാണാ ഇല്ലെങ്കിൽ മടങ്ങില്ലല്ലോ, എല്ലാം പരിഹരിച്ചല്ലോ, ഇല്ലെങ്കിൽ മടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഞങ്ങളുടെ യോഗം തീർന്ന് എല്ലാം പരിഹരിച്ചു. ഈ ലിസ്റ്റ് ഇന്ന് ഇറങ്ങും. അല്ല, അത് 5 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടൊന്നുമില്ല. 5നും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDF എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDF ഇന്ന് തീരുമാനം. അല്ല, അത് അനൗൺസ് ചെയ്യുമ്പോൾ പറയാം. അല്ല, അതൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ പറയാം. ഞാൻ അതിൻ്റെ അകത്ത് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ 2 മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അത് പ്രഖ്യാപിക്കും. അത് നിങ്ങൾ തന്നെയല്ല എല്ലാ ദിവസവും വാർത്ത ഉണ്ടാക്കുന്നത്. അതിന് എല്ലാത്തിനും ഞാനെങ്ങനെ മറുപടി പറയണം? അല്ല, അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് അനൗൺസ് ചെയ്യാൻ പറയാം. ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പറയാതെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഓരോ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അറിയാലോ. കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ പോരെ, നേരം വെളുത്തല്ലേ. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയണത്? അല്ല, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങളെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ പറയും? നിങ്ങൾ കുറെ ദിവസമായല്ലോ. ഞാൻ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എന്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതെന്താ, അതൊരു വാർത്തയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ കടന്നു. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തോടുകൂടി കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് നടത്തി അദ്ദേഹം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. അത് അപ്പം ഞാൻ ചോദിച്ചല്ലോ, വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ രാവിലെ പറയും സുധാകരൻ മത്സരിക്കില്ല, ഉച്ചയാവുമ്പോൾ നിങ്ങൾ പറയും സുധാകരൻ മത്സരിക്കും. നിങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തതിന് ഞാൻ നിങ്ങളെ കളിയാക്കൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ വാർത്തകളില്ല. അതുകൊണ്ടാണ് എന്തെല്ലാം വലിയ കലാപമാണ് CPM നടക്കുന്നത്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കും. വേണമെങ്കിൽ കുറച്ചുകൂടി വിസ്മയം ഉണ്ടാക്കി തരാം. ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉപരിയായിട്ട് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിക്കേണ്ടത്. അതെങ്ങനെ? എന്ത് കണക്കാ? അല്ല, ആ കണക്കെന്ന് പറഞ്ഞേ എന്ത് കണക്കിലാണ് അത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ വെയിറ്റ്. ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ വിസ്മയങ്ങളെ കൂടി ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. 1. 2, ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ, ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് അവരുടേതായ വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമാണ് വൈകിയത്. 48 മണിക്കൂറിനകം, അതായത് 2 ദിവസങ്ങൾക്കകം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 95 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് ഞാൻ മടങ്ങി വരുന്നു. കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതായത് 2 ദിവസം കൊണ്ട് 95 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 50ലധികം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂറിൽ ആദ്യം അവർക്ക് എത്താൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. മിനിങ്ങാന്ന് നടക്കേണ്ട അതിന്റെ ആദ്യത്തെ ദിവസം നടക്കേണ്ടതാണ് മിനിങ്ങാന്ന് നടന്നത്. മിനിങ്ങാന്ന് നടക്കേണ്ട കാര്യമാണ് ഇന്നലെ നടന്നത്. ഇന്നത് പ്രഖ്യാപിക്കും. എന്താണ് വൈകിയത്? അല്ല, എവിടെയാണ് വൈകിയത്? ഇനി പറഞ്ഞല്ലോ, അതല്ലേ കണക്ക്. ആദ്യത്തെ ദിവസം നടന്നില്ല, കാരണം അവരെത്തിയില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിലെത്തിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ 2 ദിവസം അല്ലല്ല, എനിക്കത് അറിയണം. 2 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ട് അത് വൈകി. ഇപ്പോഴും CPM തീർന്നിട്ടുണ്ടോ? LDF പല കക്ഷികളുടെയും തീർന്നിട്ടില്ലല്ലോ. ഞങ്ങൾ 140 സീറ്റുകൾ ഘടകകക്ഷികളുടെ ഇടയിൽ ഒരു അപസ്വരമില്ലാതെ, നിങ്ങൾക്കൊരു വാർത്തയ്ക്ക് പോലും സ്കോപ്പില്ലാതെ, അല്ലല്ല, ഞങ്ങൾ വിഭജനം നടത്തിയല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അപസ്വരം പോലും ഇല്ലാതെ വിഭജനം നടത്തി. ഇല്ലേ? നിങ്ങളെന്താണ് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, മറ്റവരിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കും എന്നൊക്കെ ഒരു വാർത്ത. എന്തെങ്കിലും ഒരു അപസ്വരം UDF ഇല്ലാതെ അതിമനോഹരമായി ടീം UDF എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങളെല്ലാം പറയാറുണ്ടല്ലോ. ആ ടീം UDF ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു അപസ്വരം ഇല്ലാതെ
ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളും ഞങ്ങൾ പങ്കിട്ടെടുത്തു. ആണല്ലോ. കോൺഗ്രസ് 3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് സുഖമില്ലാതായതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. 2 ദിവസം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയാക്കി. എന്നിട്ട് ഇനി വൈകി പിടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? LDF ഇനി എത്ര സ്ഥാനാർത്ഥികളെ LDF പൂർത്തിയാക്കാനുണ്ട്, UDF എത്രയുണ്ടെന്ന് നോക്കുക. അപ്പൊ ആരാണ് ആദ്യം പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.